എല്ലാവർക്കും നമസ്കാരം. കേരള കോഓപ്പറേറ്റീവ് ബാങ്കുകളിലേക്ക് ക്ലർക്ക്, ക്യാഷ്യർ, അസിസ്റ്റന്റ് സെക്രട്ടറി, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ തുടങ്ങിയ ധാരാളം തസ്തികയിലേക്ക് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. നമുക്ക് വന്നിരിക്കുന്ന ഓരോ നോട്ടിഫിക്കേഷനും വൺ ബൈ വൺ ആയിട്ട് നോക്കാം. അതിൽ ഒന്നാമത്തെ നോട്ടിഫിക്കേഷനാണിത്. 4/4/2026 4 ഏപ്രിൽ 2026 വരെ നമുക്ക് ഈ റിക്രൂട്ട്മെന്റിന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ആദ്യത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് സെക്രട്ടറിയാണ്. ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഡിഗ്രി വിത്ത് HDC ആൻഡ് BM, അതല്ലെങ്കിൽ BSc കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ് വിത്ത് 5 years എക്സ്പീരിയൻസ്, അതല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഓർ MCOM വിത്ത് ഫിനാൻസ്, അതല്ലെങ്കിൽ BCom കോപ്പറേഷൻ വിത്ത് 7 years എക്സ്പീരിയൻസ് ആസ് അക്കൗണ്ടന്റ് ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ മതി. കാറ്റഗറി നമ്പർ 8/2026 ആണ്. ചേർത്തലയിലേക്ക് വേക്കൻസി ഉണ്ട്, മഞ്ചേരിയിലേക്ക് വേക്കൻസി ഉണ്ട്, മലബാറിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. 18 മുതൽ 40 വയസ്സാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം. അടുത്തത് അസിസ്റ്റന്റ് സെക്രട്ടറി ആണ്, അതിൽ ചീഫ് അക്കൗണ്ടന്റ് തസ്തികയാണ്. 9/2026 കാറ്റഗറി നമ്പർ. 4/4/2026 4 ഏപ്രിൽ 2026 വരെ നമുക്ക് റിക്രൂട്ട്മെന്റിന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ വന്നിരിക്കുന്നത് എല്ലാ വിഷയത്തിലും ചേർത്ത് 50% മാർക്കോടെ ഡിഗ്രി പ്ലസ് സഹകരണ ഡിപ്ലോമ, അതല്ലെങ്കിൽ HDC ആൻഡ് BM, അല്ലെങ്കിൽ ഒരു വർഷത്തെ റെഗുലർ കോഴ്സാണ് പറഞ്ഞിരിക്കുന്നത്. അതും അല്ലെങ്കിൽ BSc അല്ലെങ്കിൽ MSc സഹകരണ ആൻഡ് ബാങ്കിങ്, കോപ്പറേറ്റിംഗ് ആൻഡ് ബാങ്കിങ് ആണ് റിക്രൂട്ട്മെന്റ് പറഞ്ഞിരിക്കുന്നത്. 50% മാർക്കോടെ BCom ബിരുദമുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വേക്കൻസി വന്നിരിക്കുന്നത് ചിറയൻകീഴിലേക്ക് വേക്കൻസി വന്നിട്ടുണ്ട്. ഏറ്റുമാനൂര്, കീരമ്പാറ സർവീസ് സഹകരണ ബാങ്ക്, തൃശ്ശൂർ ജില്ലാ പോലീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി, പരിയാരം സർവീസ് സഹകരണ ബാങ്കിലേക്ക് വേക്കൻസി വന്നിട്ടുണ്ട്. ഈസ്റ്റ് ഇളയേരി സർവീസ് സഹകരണ ബാങ്കിലേക്ക് വേക്കൻസി വന്നിട്ടുണ്ട്. ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 18 മുതൽ 40 വയസ്സ് വരെയാണ്. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. സോ നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം. അടുത്ത തസ്തിക വന്നിരിക്കുന്നത് 10/2026 കാറ്റഗറി നമ്പർ ജൂനിയർ ക്ലർക്ക് അല്ലെങ്കിൽ ക്യാഷ്യർ തസ്തികയാണ്. 4 ഏപ്രിൽ 2026 വരെ അപ്ലൈ ചെയ്യാം. ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് യോഗ്യത പറഞ്ഞിരിക്കുന്നത് 10ാം ക്ലാസ് പ്ലസ് സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് ചെയ്തവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. വേക്കൻസി വന്നിരിക്കുന്നത് ചെന്നിത്തലയിലേക്ക് വേക്കൻസി വന്നിട്ടുണ്ട്, 4 വേക്കൻസി ഉണ്ട്. കോട്ടയം ജില്ലാ പോലീസ് സഹകരണ സംഘത്തിലേക്ക് വേക്കൻസി ഉണ്ട്. പള്ളുരുത്തി മണ്ഡലം SCBയിലേക്ക് വേക്കൻസി വന്നിട്ടുണ്ട്. അലനല്ലൂർ, മകരപ്പറമ്പ്, വളവന്നൂർ, പയ്യന്നൂർ, കോട്ടശ്ശേരി സർവീസ് സഹകരണ ബാങ്കിലേക്ക് വേക്കൻസി വന്നിട്ടുണ്ട്. സാലറി സ്കെയിൽ പറഞ്ഞിരിക്കുന്നത് 18,300 മുതൽ 46,830 വരെ ബേസ് സാലറി ലഭിക്കുന്നതാണ്. ഇത് കൂടാതെ അലവൻസും കാര്യങ്ങളും ലഭിക്കുന്നതാണ്. ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 18 മുതൽ 40 വയസ്സിലാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. ഏജിന് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. സോ നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം. അടുത്ത കാറ്റഗറി നമ്പർ 11/2026 ആണ്. 4 ഏപ്രിൽ 2026 വരെ നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ജൂനിയർ ക്ലർക്ക് ഓർ ക്യാഷ്യർ തസ്തിക തന്നെയാണ്. വഞ്ചിയൂർ സഹകരണ സംഘം ജൂനിയർ ക്ലർക്ക് 2 വേക്കൻസി ഉണ്ട്. പുന്നത്തല ജൂനിയർ ക്ലർക്ക് 1 വേക്കൻസി ഉണ്ട്. ചവറ സർവീസ് സഹകരണ ബാങ്ക് ജൂനിയർ ക്ലർക്ക് 2 വേക്കൻസി ഉണ്ട്. കൊറ്റങ്കര സർവീസ് സഹകരണ ബാങ്ക് ജൂനിയർ ക്ലർക്ക് 3 വേക്കൻസി ഉണ്ട്. കണ്ണമംഗലം ജൂനിയർ ക്ലർക്ക് 1 വേക്കൻസി ഉണ്ട്. കടകരപ്പള്ളി ജൂനിയർ ക്ലർക്ക് 1 വേക്കൻസി ഉണ്ട്. അകലംകുന്ന് ജൂനിയർ ക്ലർക്ക് 2 വേക്കൻസി ഉണ്ട്. തൊടുപുഴ ജൂനിയർ ക്ലർക്ക് 1 വേക്കൻസി. കറുത്തേടം ജൂനിയർ ക്ലർക്ക് 2 വേക്കൻസി. ചെങ്ങമനാട് ജൂനിയർ ക്ലർക്ക് 2 വേക്കൻസി. പീപ്പിൾസ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ജൂനിയർ ക്ലർക്ക് 4 വേക്കൻസി ഉണ്ട്. വെങ്ങണശ്ശേരി സർവീസ് സഹകരണ ബാങ്കിലേക്ക് ജൂനിയർ ക്ലർക്ക് 4 വേക്കൻസി ഉണ്ട്. എറിയാട് സർവീസ് സഹകരണ ബാങ്കിലേക്ക് ജൂനിയർ ക്ലർക്ക് 2 വേക്കൻസി. എടവണ്ണ സർവീസ് സഹകരണ ബാങ്കിലേക്ക് ജൂനിയർ ക്ലർക്ക് 2 വേക്കൻസി. ഈസ്റ്റ് ഏറനാട് സർവീസ് സഹകരണ ബാങ്കിലേക്ക് 2 വേക്കൻസി. കണ്ണാടി പറമ്പ് ജൂനിയർ ക്ലർക്ക് 2 വേക്കൻസി. കതിരൂർ ഹൗസിംഗ് സഹകരണ സംഘത്തിലേക്ക് ജൂനിയർ ക്ലർക്ക് 1 വേക്കൻസി. മുളിയാർ സർവീസ് സഹകരണ ബാങ്കിലേക്ക് ജൂനിയർ ക്ലർക്ക് 4 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. സാലറി സ്കെയിൽ പറഞ്ഞിരിക്കുന്നത് ഓരോ സർവീസ് സഹകരണ ബാങ്കിലേക്കും സാലറി സ്കെയിൽ ഡിഫറൻ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. 43,660 വരെ സാലറി ലഭിക്കുന്ന പോസ്റ്റുകളുണ്ട്. സോ നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ ഏതാണെന്ന് നോക്കാം. ഈ നോട്ടിഫിക്കേഷൻ ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 18 മുതൽ 40 വയസ്സ് വരെയാണ് ഏജിന് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. അടുത്ത പോസ്റ്റ് കാറ്റഗറി നമ്പർ 13/2026 ആണ്. 4 ഏപ്രിൽ 2026 വരെ നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. വന്നിരിക്കുന്ന പോസ്റ്റ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ആണ്. ക്വാളിഫിക്കേഷൻ MCA അല്ലെങ്കിൽ BTech ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 3 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്.
വേക്കൻസിയിലേക്കുള്ള സാലറി സ്കെയിൽ പറഞ്ഞ 26,580 മുതൽ 63,790 വരെയാണ് ബേസ് സാലറി പറഞ്ഞിരിക്കുന്നത്. ഇത് കൂടാതെ അലവൻസും കാര്യങ്ങളും ലഭിക്കുന്നതാണ്. 18 മുതൽ 40 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. സോ നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം. അടുത്ത പോസ്റ്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആണ്. 14/2026 ആണ് കാറ്റഗറി നമ്പർ. വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിരിക്കുന്നത് അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം, കേരള അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച സ്ഥാപനത്തിൽ ഡാറ്റ എൻട്രി കോഴ്സ് പാസ്സായ സർട്ടിഫിക്കറ്റ്, ഒരു അംഗീകൃത സ്ഥാപനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ ജോലി ചെയ്ത 1 വർഷത്തെ പ്രവൃത്തി പരിചയമാണ് ക്വാളിഫിക്കേഷനായിട്ട് ചോദിച്ചിരിക്കുന്നത്. വേക്കൻസി വന്നിരിക്കുന്നത് ഏനാത്ത് സർവീസ് സഹകരണ ബാങ്കിലേക്ക് 1 വേക്കൻസി ഉണ്ട്, കോട്ടപ്പടിയിലേക്ക് 1 വേക്കൻസി ഉണ്ട്, പയ്യന്നൂർ സഹകരണ റൂറൽ ബാങ്കിലേക്ക് 1 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. സാലറി സ്കെയിൽ ഓരോ ബാങ്കിലും ഡിഫറൻറ്റ് സാലറി സ്കെയിലാണ് പറഞ്ഞിരിക്കുന്നത്. 46,830 രൂപ വരെ ബേസ് സാലറി ലഭിക്കുന്ന പോസ്റ്റാണ്. ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 40 വയസ്സ് വരെയാണ്. 18 മുതൽ 40 വയസ്സ് വരെയാണ് ഏജിന് ലൈസൻസ് ലഭിക്കുന്നതാണ്. സോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യുക. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ അപേക്ഷിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. താങ്ക്